ആ ബാസ്റ്റഡ് വരുന്നുണ്ട്. ബാസ്റ്റഡോ? ആ മറ്റേ പെണ്ണില്ലേ ജയലക്ഷ്മി. അവൾക്കൊരു എല്ല് കൂടുതല. ആ കാര്യം എന്താ വെച്ചപ്രതാ? ഇവനറിയാം, പറഞ്ഞോ. അതെ, ഞാൻ ഇന്നലെ അവളോട് തമാശക്ക് ചോദിച്ചു, വെള്ളാമേ ഒരു കിസ് തരുമോ? അവൾ എടുത്തടിച്ച മാതിരി ഒരു മറുപടി, യു ബാസ്റ്റഡ്. ജയലക്ഷ്മി പറഞ്ഞത് എത്ര സത്യം? എടാ ഇല്ലി കൂടെ നിന്നോണ്ടാക്കല്ലേ, കൂടെ നിന്നോണ്ടാക്കുന്നു. എടാ, നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിച്ചു വില കളയരുത്, അത് ചെയ്താ പോരെ. നമുക്ക് നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. എല്ലാവരുടെ നോക്കി നിന്ന് ആസ്വദിച്ചോ. ബിനോയ് വേണ്ടടാ, നീ 9ാം പ്രമാണമാണ് ലംഘിക്കാൻ പോകുന്നത്. അതേ, ആരാന്റെ ഭാര്യയെ ചുംബിക്കരുതെന്നാ. ഇവളാരുടെയും ഭാര്യയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എടാ നിന്നോട് ഞാനാ പറയുന്നത്, അരുതാത്ത ചെയ്ത ദൈവകോപം ഉണ്ടാവും. ദൈവകോപം ഉണ്ടായിരിക്കാനേ അവൻ കുമ്പസരിച്ചോളൂ. താൻ ചുമ്മാരി. വാ വാ വാ. വാട്ട് ഈസ് ദിസ്? എന്താ ഞാൻ കേൾക്കുന്നത്? ഈ കുട്ടി പറയുന്നത് സത്യമാണോ? നിങ്ങൾ ആരെങ്കിലും കണ്ടതാണോ? അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല സാർ. ഒന്നും ഉണ്ടായില്ലേ? ഫാദർ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വൈദികനാകുമ്പോ സത്യമല്ലേ പറയൂ. എന്താ ഉണ്ടായത്? സംഭവം നടന്നു എന്ന് പറയുന്ന സമയം ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഓഹോ, മറ്റാരെങ്കിലും കണ്ടവരുണ്ടോ? യു കുട്ടിയോടാ ചോദിച്ചേ? ഇല്ല സാർ. കുട്ടിക്കറിയാതിരിക്കെ, ആരും ഒന്നും കാണാത്ത സ്ഥിതിക്ക് ഒരു പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഞാൻ എന്റെ ആക്ഷൻ എടുക്കും. ഇതിലൊരു വിറ്റ്നസ് വേണ്ടേ? ആരും കണ്ടവരായിട്ടില്ല. ഞാൻ കണ്ടതാണ് സാർ. ഇവിടെ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ നടക്കുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ എങ്ങനെ പഠിക്കാൻ പറ്റും സാർ? കുട്ടി മാത്രമേ സംഭവം കണ്ടിട്ടുള്ളല്ലോ, മറ്റാരും കണ്ടിട്ടില്ലല്ലോ. നോ സാർ, ഈ നിൽക്കുന്ന പലരും അത് കണ്ടിട്ടുള്ളതാ. പക്ഷെ ഇവരെ പേടിച്ച് ആരും ഒന്നും പറയാത്തതാ. ബിനോയ്, യു മസ്റ്റ് അപ്പോളജൈസ്. സാർ ഞാൻ അങ്ങനെ നോ എക്സ്പ്ലനേഷൻ. താൻ മാപ്പ് പറഞ്ഞാൽ മതിയാവൂ. കം ഓൺ. സോറി സാർ. ശരി, കാണാം. അതെ, അവിടെ നിന്നേ, അവിടെ നിൽക്കേ. ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്നു പറയാമല്ലോ. അവന്മാര് എപ്പോഴാണ് എന്നെ കൊണ്ട് സ്ട്രീക്കിംഗ് നടത്തുന്നതെന്ന് ഞാൻ പേടിച്ചിരിക്കുക. ശരി, പോണം പോണം പോണം. സ്ട്രീക്കിംഗ്